ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം, വണക്കം. അപ്പോൾ ഇന്ന് പോയി നേര് നമ്മൾ കണ്ടിരിക്കുവാണ്. നേരിൻ്റെ കുറച്ച് വിശേഷങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു പടമാണ്, നല്ലൊരു കൊച്ചു പടം എന്ന് പറയാം. അല്ലാതെ ഗംഭീരമായ അടിപിടി ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമൊന്നുമല്ല. എവിടെ നമുക്ക് ടി വി കണ്ടാലും ഇഷ്ടപ്പെടും, മൊബൈലിൽ കണ്ടാലും ഇഷ്ടപ്പെടും, തിയേറ്ററിൽ കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു പടം. സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ്. ശാന്തി മായാദേവിയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജിത്തു ജോസഫ് നല്ല രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട് ആ തിരക്കഥയിൽ. അത് നമുക്ക് സിനിമ കാണുമ്പോൾ ജിത്തു ജോസഫ് സ്റ്റൈലിലാണത്. ജിത്തു ജോസഫിൻ്റെ തിരക്കഥ തന്നെ പറയാം. അതിൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പം കോടതിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്ത് കാണും. പക്ഷേ ശാന്തി ദേവിയുടെ പേരിലാണ് ഈ തിരക്കഥ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാലും നല്ലൊരു പടമാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. ഇപ്പം എന്താ പറയുക, ഒരു 2.5 മണിക്കൂറുള്ള ചിത്രത്തിൽ ഒരു ജിത്തു ജോസഫ് ഒക്കെ ഇൻ്റർവ്യൂ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു 70% കോർട്ട് റൂം ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോർട്ട് റൂം കാഴ്ചകൾ നമുക്ക് ഒരു പരിധി വരെ കഴിയുമ്പോഴത്തേക്ക് ബോറടിപ്പിക്കും. പക്ഷെ ഇത് അങ്ങനെ നമുക്കൊരു ബോറടി അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൽ ജിത്തു ജോസഫ് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ സംവിധാനം, തിരക്കഥയ്ക്കൊപ്പം തന്നെ സംവിധാനം കൂടെ നമ്മൾ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതിരിക്കുന്നതിൽ ജിത്തു ജോസഫ് പൊളിച്ചിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബോറടിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണിത്. പക്ഷെ അത് ബോറടിപ്പിക്കാതെ ജിത്തു ജോസഫ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് ദൃശ്യത്തിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ എന്നൊക്കെ പറയാം. അതുപോലത്തെ എടുത്തിരിക്കുന്ന രീതിയാണ് പറയുന്നത്. കഥയുടെ കാര്യമൊന്നുമല്ല, എടുത്തിരിക്കുന്ന രീതിയുമെല്ലാം. കാരണം അനാവശ്യമായ ഒരുപാടില്ല ഷാജിക്കാര സിനിമകൾ മറ്റേലൊക്കെ കാണുന്ന പോലെ ഗംഭീര ഷോട്ടുകളോ അങ്ങനെയൊന്നുമില്ല. നോർമൽ സിനിമ പ്രേക്ഷകർക്ക്, സാധാരണ ഒരു പ്രേക്ഷകർക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ജിത്തു ജോസഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ അഭിനേതാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ഫസ്റ്റ് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നല്ലൊരു തിരക്കഥയും പണി അറിയാവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, ബോട്ടക്സ് ചെയ്ത മുഖമായാലും താടി വെച്ച മുഖമായാലും ഭാവങ്ങൾ വരുമെന്ന് ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. അല്ലാതെ കുറച്ച് നാളായിട്ട് മടി പിടിച്ചിരുന്ന ലാലേട്ടൻ ഒന്ന് പുറത്ത് ചാടിച്ച് അദ്ദേഹത്തിന് മടിയെല്ലാം മാറ്റി ഒന്ന് ഒരു അഭിനേതാവിനെ പുറത്ത് ചാടിച്ച ഒരു സിനിമ എന്ന് പറയുക. കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ ഒക്കെ കുഴപ്പം കൊണ്ട് കുറച്ച് സിനിമ ഫ്ലോപ്പായിരുന്നു. അത് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് പറ്റിയ ഒരു ക്യാരക്ടർ ഒന്നും അദ്ദേഹത്തിന് സെലക്ട് ചെയ്തില്ല, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. അതുകൊണ്ടുള്ള ഒരു പോരായ്മ കൊണ്ട് കുറേ ട്രോളുകളൊക്കെ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ട്രോള് വാങ്ങിച്ചു കൂട്ടുന്നില്ലേ. ഇതുപോലൊരു പടം കൊണ്ട് തീരാവുന്ന ട്രോളേ ഉള്ളായിരുന്നു. പക്ഷെ ഇതിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ, ട്രെയിലറിൽ പറഞ്ഞ പോലെ ആള് അത് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായി കോടതി നിൽക്കുമ്പോൾ തന്നെ പുള്ളി വാദിക്കുന്നത് കാണുമ്പോൾ തന്നെ പുള്ളി ഡൗട്ട് അടിച്ചിട്ടാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ ഒരു അഡ്വക്കേറ്റ് എതിരെ നിൽക്കുന്ന സിദ്ദിഖിക്കയാണ് പുള്ളി വാദിക്കുന്നതും മോഹൻലാൽ വായിക്കുന്നതും രണ്ടും കണ്ട. പുള്ളി സിദ്ദിഖിക കോടതിയിൽ വാദിക്കുമ്പോൾ അത് കറക്റ്റ് കോൺഫിഡൻസ് ഒക്കെ കൂടി പക്ക രീതിയിലാണ്. ലാലേട്ടൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുള്ളിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ ആ ക്യാരക്ടറിനെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇൻ്റർവെല്ലിന് ഒരു കുറച്ച് നേരത്തിന് മുമ്പായിട്ട് കുറച്ച് ഡയലോഗും കാര്യങ്ങളും കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ട്. പൊളി ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലാലേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നെ എല്ലാവർക്കും ഒരു പറഞ്ഞ തൊട്ട് കുറച്ച് അഭിനയം അല്ലെങ്കിൽ അതൊക്കെ കുറെ മിസ്സിങ് ആയിട്ടുള്ള ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നല്ല സംവിധാനമാണ്, നല്ലൊരു തിരക്കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റുള്ളത് ലാലേട്ടൻ്റെ കുറവ് കാരണം അല്ലെങ്കിൽ ഇത് കാരണമൊന്നുമല്ല. അഭിനയിപ്പിക്കാൻ അറിയുന്ന നല്ലൊരു സംവിധാനമാണെങ്കിൽ അദ്ദേഹം താടി വെച്ചാലും മുഖത്ത് മാറ്റിയാലും അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കും. അതിനൊരു ഉത്തമ തെളിവാണിത്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് സിദ്ദിഖിക. ഒരു രക്ഷയില്ല. ഒന്നെങ്കിൽ ലാലേട്ടനോടൊപ്പം എന്ന് പറയുമെങ്കിൽ ലാലേട്ടൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു അഭിനയം എന്ന് പറയും. സിദ്ദിഖിയെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ലാലേട്ടനോട് കുറിച്ചൊന്നും നമ്മളിങ്ങനെ പറയണ്ട. അദ്ദേഹം നല്ല അഭിനേതാവാണ്, ഇതിനകത്ത് ഗംഭീര പെർഫോമൻസ് ആണ് എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത ലാലേട്ടൻ്റെ ഇപ്പം കുറച്ച് നാളത്തെ ഒരു പടത്തിൻ്റെ ഒരു ഡൗൺ കാരണം ഒന്ന് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും പറയേണ്ടതായിട്ട് വന്ന് ഗതികേടെന്ന് പറയാം. അതുപോലെ സിദ്ദിഖിക അത് അങ്ങേര് നല്ല ഒരു നടനാണ്. അപ്പോൾ ഇതിനകത്ത് ആ നടനെ ഒന്നും കൂടെ ഒന്ന് വേറെ ലെവലിൽ കൊണ്ടുപോയി എത്തിക്കാൻ സിദ്ദിഖിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് അനശ്വര. എന്താ പറയുക, എനിക്ക് അനശ്വരയുടെ മിക്ക സിനിമയിലും അതൊരു ഓവർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മിക്ക സിനിമയിലും കുറച്ച് ഓവറാണ്. അവരൊരു ക്യാരക്ടർ ചെയ്ത മൊത്തം ഓവറാണ്. ഡയലോഗ് ഡെലിവറി ആയാലും എനിക്ക് അത്രയ്ക്കൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു അവരെ. പക്ഷേ ഈ സിനിമയിൽ എന്ത് കിടുക്കനായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. ഇത് അനശ്വരയുടെ ഒരു പടമെന്ന് പറയാം. അനശ്വരയുടെ പടമെന്ന് പറയാം. നല്ല രീതിയിൽ ആ ക്യാരക്ടർ പറ്റിയ രീതിയിലാണ്. ഇതിൽ അനശ്വര കാണാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങനെ പറയാം. അനശ്വരനകത്ത് കാണാൻ പറ്റത്തില്ല ആ ഒരു
അതിലെ ഒരു ക്യാരക്ടർ തന്നെയാണ്. സിനിമ കാണുമ്പം ബാക്കി ഇങ്ങോട്ട് ഊഹിക്കാം, ട്രെയിലർ തന്നെ ഊഹിക്കാം അങ്ങനത്തെ ആയിരിക്കുന്നു ഈ സിനിമ. അനശ്വര ഞെട്ടിച്ചിട്ടുണ്ടെന്ന് പറയത്തുള്ളൂ. എന്തായാലും നല്ലൊരു ഭാവിയുള്ള കൊച്ച്, വീണ്ടും ഓവറാക്കി ചിലവാക്കാറ്, നല്ല സ്ക്രിപ്റ്റ് നോക്കിയൊക്കെ ചെയ്താൽ നല്ല ഒരു ഭാവിയുള്ള ഒരു നടിയായി മാറാൻ ചാൻസ് ഉള്ള ഒരു കുട്ടി. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ ഇതിനകത്തൊരു പുതുമുഖ പയ്യനാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് പുള്ളിക്കാരനെ. കൈ കിട്ടിയ രണ്ടെണ്ണം വെച്ച് കൊടുക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അധികം ഒരുപാട് സംസാരവും അങ്ങനൊന്നുമില്ല. പക്ഷെ അവനെ കാണിക്കേണ്ട സമയങ്ങളൊക്കെ അവനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം വെച്ച് പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിൽ അവനത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവനും ചിലപ്പോൾ ഒരു ഭാവിയുള്ളൊരു നടനായിട്ട് മാറും ആ പയ്യൻ. പിന്നെ അതിനകത്ത് പറഞ്ഞില്ലേ, ജഡ്ജായാലും ഇതിനകത്ത് വരുന്ന എല്ലാ ക്യാരക്ടറും, ജഗദീഷ് ചേട്ടൻ, പിന്നെ ഗണേഷ്, അവരൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു പെർഫോമൻസ് കൊണ്ട് എല്ലാവരും, ഇതൊരു ഒരല്പം മോഹൻലാലിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം പൊങ്ങിയിരിക്കുന്നത് അങ്ങനെയൊന്നും പറയും. ഇതിനകത്ത് മോഹൻലാലിനൊപ്പം തന്നെ, അല്ലെങ്കിൽ മോഹൻലാൽ മുകളിൽ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, ഈ അനശ്വരയും സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ. അതുപോലെ ഈ ജഗദീഷനായാലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് എല്ലാവരുടേതായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാം. സ്പെഷ്യലി ജിത്തു ജോസഫ് ഫിലിം അത് കൊണ്ടുപോയിരിക്കുന്ന രീതി, ആ സിറ്റുവേഷന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടാണ് ആ 2.5 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിച്ച് കൊണ്ട് നടത്തുന്നത്. കാരണം നേരത്തെ പറഞ്ഞ റൂട്ട് വലിയ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ത്രില്ലിങ് ഭയങ്കരമായിട്ട് മൂഡോ അല്ലെങ്കിൽ ആരും കാണാത്ത ആരും കേൾക്കാത്ത സ്ക്രിപ്റ്റോ കഥയോ സംവിധാനമോ ഒന്നുമല്ല. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് നമ്മളെ പ്രഡിക്റ്റ് ചെയ്താലും, ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിക്രം എന്ന സിനിമയ്ക്കകത്ത് കമലഹാസൻ ൻ്റെ മുഖംമൂടി മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് കമലഹാസനാണ് വരുന്നത്. അത് മാറ്റി കഴിയുമ്പോൾ കമലഹാസൻ നമുക്കറിയാം. പക്ഷേ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കമലഹാസൻ ആ മുഖംമൂടി ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് വിക്രം നമുക്കൊരു കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അറിയാമെങ്കിലും. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട്. നല്ലൊരു പടമാണ്. പറ്റുന്നവരൊക്കെ എല്ലാവരും പോയി കാണുക. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ചാൻസ് കൂടുതലാണ്. എന്താ പറയുക, നല്ലൊരു പടമാണ്. ഓക്കെ.